തുഷാർ വെള്ളാപ്പള്ളി. ബാക്കിയുള്ളവരുടെ പേര് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. 10 മിനിറ്റ് അങ്ങനെ തന്നെ പോകും. അതുകൊണ്ട് വേദിയിലുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും, എൻ്റെ മുമ്പിലുള്ള നല്ലവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, കണ്ടവരുണ്ടോ? ഇങ്ങനെ പത്രത്തിൽ പരസ്യം വരാറുണ്ട്. ഇപ്പോൾ ഒരു പരസ്യം ആവശ്യം വന്നിരിക്കുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിജയനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കേണ്ട ഗതിയിലാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു, ഇരിക്കാൻ പോയതാണ്. ഇരിക്കാൻ പോയെങ്കിലും അവിടെ ഇരിപ്പത്ര സുഖകരമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട്, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോദിജിയുടെ വീടിൻ്റെ അടുക്കള വശത്തെങ്ങാനും ഇദ്ദേഹം പതുക്കെ ചടഞ്ഞുകൂടി ഇരിപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇവിടെ വന്നപ്പോഴും വളരെ 2 പ്രാവശ്യം കൈകൂപ്പുന്നേ കണ്ടു. പുറത്തിറങ്ങിയിട്ട് മോദിയെ ചീത്ത വിളിക്കും. ഡൽഹി പോയാലും അത് തന്നെ, പ്രധാനമന്ത്രിയെ കാണും, സ്തുതിയില്ലും, പുറത്തിറങ്ങിയിട്ട് മോദിയെ ചീത്ത വിളിക്കും. ഇത് ഈ സഖാക്കന്മാരുടെ പാരമ്പര്യമാണ്. നിങ്ങൾ അറിയുക, ഈ പാരമ്പര്യത്തിൽ നിന്മാർ രക്ഷപ്പെടാനും പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസം എന്നൊരു ലോകം മുഴുവൻ കമ്മ്യൂണിസം അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടും കേരളത്തിലെ കുറെ തൊപ്പിയന്മാർ ഇത് ചുമന്നുകൊണ്ട് നടക്കുക. ഇത് നിർത്തണ്ടേ? CPM-ന്റെ സഖാക്കന്മാരോട് ഞാൻ പറയുന്നു, കേരളത്തെ പറ്റി സ്നേഹമുണ്ടെങ്കിൽ, ഈ നാടിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്ത തലമുറയോട് നിങ്ങൾക്ക് ആത്മാർത്ഥത സ്നേഹമുണ്ടെങ്കിൽ, ഈ കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി മുന്നണി അല്ല പിണറായിയുടെ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്ത് ജനങ്ങൾ മുഴുവൻ ബഹുമാനിക്കുന്ന മോദിജിയോടൊപ്പം ചേരാൻ ഒരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇങ്ങോട്ട് പോരുക. വേറൊരു കൂട്ടരുണ്ട് ഇവിടെ, സഖാക്കന്മാരവിടെ നിൽക്കുന്നത് പോലെ ഇവിടെ വേറൊരു കൂട്ടരുണ്ട്. ഒരു 60 കൊല്ലമായിട്ടൊരു പാർട്ടിയുണ്ട് ഇവിടെ. ഞാൻ അതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഒത്തിരി നാള്. ഇവന്മാര് ഒരു പറയാൻ സമയം പോകുന്നതുകൊണ്ട് കുറയ്ക്കുക. സാക്ഷാൽ PT ചാക്കോയോടുള്ള സ്നേഹം കൊണ്ടാണ് കേരള കോൺഗ്രസ് ഉണ്ടായി. തിരുവിതാംകൂറിലെ ഒരു കക്ഷിയാണ്, അതുകൊണ്ടാണ് പറയുന്നത് എന്നാണ് പറയപ്പെടുക. R. ശങ്കർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ PT ചാക്കോ PTക്ക് പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ആ സ്ഥാനത്ത് ആര് വരണം, ആ സ്ഥാനത്ത് ആര് വരണമെന്ന ചർച്ചയിൽ ശങ്കർ കണ്ടത് നിയമസഭയിൽ ഏറ്റവും വലിയ നിയമജ്ഞനായിട്ടുള്ള തൊമ്മയ്യർ എന്ന് വിളിക്കപ്പെടുന്ന പൂഞ്ഞാറുകാരനായ TS തൊമ്മനെയാണ് സഭയിൽ എല്ലാവരും അംഗീകരിച്ച് അങ്ങനെ പിടിച്ച് മന്ത്രിയാക്കി കേരള കോൺഗ്രസ് ആയി. ഒന്ന് ആലോചിച്ച്, ശങ്കരെ വിളിച്ച് ഒരു SNDP-കാരനോ NSS-കാരനെയോ അല്ലെങ്കിൽ മറ്റേതും പാർട്ടിക്കാരനോ അല്ല മന്ത്രിയാക്കിയത്. ഒന്നാം തരം റോമൻ കത്തോലിക്കനായ ഏറ്റവും വലിയ നിയമജ്ഞനായ TS തൊമ്മനെ തന്നെ മന്ത്രിയാക്കിയിട്ടും KN ജോർജിന് സമ്മതിക്കാൻ പറ്റില്ല. KN ജോർജിനാണ് വഴക്കുണ്ടാക്കി 15 MLA-മാരുമായി പുറത്തു വന്നത്. ഇപ്പൊ എത്രയുണ്ട് കേരള കോൺഗ്രസ്? എൻ്റെ അറിവ്, ഞാൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞത് പിരിച്ചുവിടാൻ പറഞ്ഞു. എൻ്റെ അറിവനുസരിച്ച് ഇപ്പോൾ 9 കേരള കോൺഗ്രസും. ദൈവം തമ്പുരാനെ ഓർത്ത് കേരളത്തിലെ കത്തോലിക്കരോടും ക്രിസ്ത്യാനിയോടും, ജാക്കോക്കാണ് മുഴുവൻ ക്രിസ്ത്യാനിയോടും കർഷകരോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കേരള കോൺഗ്രസുകാരോട് വിനയപുരസ്സരം ഞാൻ പറയുന്നു, ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് പിരിച്ചു വിട്ടിട്ട് മുടിയാനായിട്ട് ഇങ്ങോട്ട് വാ. BJP-യിൽ ഇടയുണ്ട്. അതല്ലേ നല്ലത്. എന്തിനിങ്ങനെ നടക്കുന്നു വഴിയാതാരായിട്ട്? വല്ല കാര്യമുണ്ടോ? ഇവിടെ ഞാനിങ്ങനെ പുറകെ തന്നിട്ടല്ലേ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് BJP-യോടൊപ്പം ചേർന്ന്. പിന്നെ നിങ്ങൾക്ക് എന്താ വരുന്നത് ഇത്ര വിഷമം? ഇങ്ങോട്ട് പോരും. ഒന്ന് ആലോചിച്ച്, കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇവിടെ തീരണ്ടേ? 4 ലക്ഷം, 5 ലക്ഷം, 4 ലക്ഷം എന്നല്ല, 4,77,000 കോടി രൂപ കടത്തിലാക്കിയിരിക്കുന്ന ഈ കൊച്ചു കേരളം. ഈ കേരളത്തിലെ കടമിന് 4,27,000 കോടി രൂപയാണെങ്കിൽ പിണറായി വിജയൻ പോയി കുത്തിയിരുന്നത് എന്തിനാ? 50,000 കോടി, 51,000 കോടി രൂപ കിട്ടണമെന്ന്. 51,000 കോടി രൂപ കിട്ടിയ ഇവിടുത്തെ പ്രശ്നം തീരുമോ? 4,27,000 കോടി രൂപ കടമുള്ളപ്പോ 50,000 കോടി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എന്ത് പറഞ്ഞാലും കേന്ദ്ര വിരുദ്ധത.
കേന്ദ്രം തരുന്നില്ലെന്ന് പറയുക. ആകെ നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായി പാർലമെന്റിൽ പറഞ്ഞു. പ്രേമചന്ദ്രനുമായിട്ട് തർക്കം ഉണ്ടായല്ലോ. 3100 കോടി രൂപ മാത്രമാണ് ഇനി കേരളത്തിന് കിട്ടാനുള്ളത്. ആ 3600 കോടി രൂപ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് കൊടുത്ത പണം അതിന്റെ കണക്ക് ഇതുവരെ തിരികെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിലും വന്നു കേന്ദ്ര ഗവൺമെന്റ് കത്ത്. ആ ഉപയോഗിച്ച പണത്തിന്റെ കണക്കില്ലാതെ പിന്നെ കാശ് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാ പിണറായി വിജയൻ കണക്ക് കൊടുക്കുന്നത്? പിണറായിയും പെമ്പിളെ കൂടെ സൊള്ളാൻ പോയതിന് 5 കോടി, എന്റെ മകള് കക്കാൻ വേണ്ടി സഹായം ചെയ്തതിന് 2 കോടി, ഇങ്ങനെ കണക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയതിന് 25 ലക്ഷം, എൻ്റെ പശുക്കൂടിന് 40 ലക്ഷം, ഇങ്ങനെ ഓരോ കണക്ക് കൊടുക്കാൻ പറ്റുമോ? വക മാറ്റി കട്ടെടുത്തിരിക്കുകയാണ് പണം, കണക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കടം 3600 കോടി കിട്ടിയില്ല. അതിനവിടെ പോയി കുത്തിയിരിക്കുക. പിണറായി വിജയൻ ചെയ്യേണ്ടത്, നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം, തെറ്റിദ്ധരിക്കും. ഇവിടെ സ്റ്റേജിലിരിക്കുന്നതിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. 1 മാസത്തിനകം പിണറായി വിജയനും മകളും ഉൾപ്പെടെ സെൻട്രൽ ജയിലിൽ കിടക്കും. ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ അത് കോടതിയാണ്. അയാൾക്ക് കിടക്കാനുള്ള സ്ഥലം അതാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോയി നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടാവും, സംശയം വേണ്ട. പക്ഷേ ഇത് പറയുമ്പോൾ ആരും പണങ്ങണ്ട. ഇത് കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള പലരും പറയുന്നത് ഞങ്ങൾ BJPയുടെ ആളുകൾ BJPയുടെ ആളുകൾ മോട്ടിക്കുന്നവർ രക്ഷിക്കുന്നവരല്ല. നിങ്ങൾ ആദ്യം പറയുക, എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം? നിഷ്പക്ഷമായ മനുഷ്യർ മുഴുവൻ തന്നെയും മോദിജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് BJP ചേർന്ന് ശേഷം വളരെ, എൻ്റെ മകൻ പറഞ്ഞത് സത്യ, ഒരു സുരക്ഷിതത്വ ബോധം ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ, സത്യം പറയുക. ഇതിനെ വിളിച്ചു വെക്കുന്നു, മനസ്സിലായില്ലേ? ആരോ എനിക്കുണ്ട്, എന്നെ സഹായിക്കാനുണ്ട്, എനിക്ക് തൻ്റെ ഇടമായി മുമ്പോട്ട് പോവാം, ജനങ്ങളോടൊപ്പം സംസാരിക്കാം. അതിന് തൻ്റെ ഇടമായി പോകാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന BJPയുടെ നേതൃത്വത്തോട് വളരെ ആത്മാർത്ഥമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. യാതൊരു സംശയവും വേണ്ട. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ കേരള കോൺഗ്രസ്സുകാരോട്, നിങ്ങൾ ഇങ്ങോട്ട് വാ, പക്ഷെ മോട്ടിക്കാൻ നടക്കുകയല്ല. മോട്ടിക്കാന്നൊന്നും ഉദ്ദേശം ഇങ്ങോട്ട് പോരണ്ട, ഇങ്ങോട്ട് പോരെ. ജോസഫ് നടക്കുന്നത് കൂട്ടത്തെ മോൺസ് നിങ്ങൾ പോരട്ടെന്ന്. ആ മോൺസ് കുഴപ്പമൊന്നും പണ്ടൊക്കെ വല്ല കുഴപ്പമില്ല, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇരിക്കുക, ഇങ്ങോട്ട് പോരട്ടെ. അതിന് പകരം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് നടക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് കേരള കോൺഗ്രസിന് പേര് കിട്ടി ഏതെങ്കിലും ഒരു ആനുകൂല്യം പറ. ഇവിടെ പല മാന്യന്മാരും നടക്കുന്നുണ്ടല്ലോ. കാർഷിക മേഖലയ്ക്ക് കിട്ടിയ ഗുണം എന്താണ് പറ? മാണികളെ കൊണ്ടോ ജോസഫിനെ കൊണ്ടോ ഈ മുന്നണി അല്ല കേരള കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ലഭിച്ച ഏതെങ്കിലും ഒരു കാര്യം പറ, കേൾക്കട്ടെ. ഞാൻ നിങ്ങൾ പറയുന്ന ശിക്ഷ അനുഭവിക്കാം. ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് കിട്ടിയോളം റബ്ബർ ബോർഡിന് മുന്നേ പോയി വന്ന് കുത്തിയിരിക്കും. എന്താ പണ്ട് കേട്ട് പറയാം, റബ്ബർ ബോർഡിൽ പോയിട്ട് കുത്തിയിരിക്കും. ആ കുത്തിയിരുന്നിട്ട് അന്നേരെ പോയി MRP ചെന്ന് അതിന് പേര് ചില്ലറ മേടിക്കും. ഈ പണി എന്തിനാണ് നടത്തുന്നത്? ഞാൻ നിയമസഭയിൽ ഒരു കടലാസ് പൊക്കി ഒരു ദിവസം. മാണി വളരെ രോഷാകുലനായി, പക്ഷേ അവസാനം ക്ഷമിച്ചിരുന്നു. എന്താ? ഇന്ത്യയിലെ റബ്ബർ കയറ്റുമതി ഇറക്കുമതി നടത്തുന്നതിന്റെ ഓൾ ഏജൻസി നടത്തുന്ന ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ KM മാണിയുടെ മകൻ ജോസ് K മാണി, എറണാകുളത്ത് ആഫീസ്. അതിന്റെ ഫോട്ടോ സഹിതമാണ് നിയമസഭ കൊണ്ട് കാണിച്ചത്. അപ്പൊ മാണി ആദ്യം ചൂടായി. അത് കഴിഞ്ഞ് റെക്കോർഡ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ മാണിക്ക് അടക്കം വന്നു. മാണി കള്ളനായിരുന്നെങ്കിലും ഭേദമായിരുന്നു കേട്ടോ, മനുഷ്യനോട് സ്നേഹമുള്ളവനായിരുന്നു. സത്യം പറഞ്ഞു. ജോസഫ് അതല്ല, കള്ളനാണെന്ന് മാത്രമല്ല മനുഷ്യനെ കൊല്ലുന്നവരും കൂടെ സൂക്ഷിച്ചോ. പിന്നെന്തിന് ഈ 2 പേരുടെ അനുയായിയായിട്ട് മനുഷ്യൻ നടക്കുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ കോട്ടയം പട്ടണത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. മുഴുവൻ കേരള കോൺഗ്രസ് സംസ്കാരമുള്ളവർക്കും ചേരാൻ പറ്റിയത്, നീതിബോധമുള്ളവർക്ക് ചേരാൻ പറ്റിയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ പാർട്ടിയോടൊപ്പം കടന്നു വരാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇനി വളരെയേറെ പ്രസംഗങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുക ശരിയല്ലോ. അവിടെ ചുരുക്കുക. തീർച്ചയായും
ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഓർക്കണം, മത്സരിക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ മത്സര രംഗത്തേക്ക് കടന്നു വരണം. ജയിച്ചേ പുറകോട്ട് പോകുമെന്ന് തീരുമാനിക്കണം. 20 നിയോജക മണ്ഡലത്തിലും അതുപോലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടാവണം. ഒരു കാരണവശാലും അലംഭാവം കാണിക്കാൻ പാടില്ല. ശക്തമായി മുമ്പോട്ട് വരണം. ഇളവനായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു BJP പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ മേഖലയിലും എന്റെ സാന്നിധ്യം എവിടെ വേണോ അവിടെ എല്ലാം ഉണ്ടായിരിക്കും എന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.